ആൺകുട്ടി എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ. ബഷീറിന്റെ ബാപ്പ മൂപ്പരെ വരച്ച് വരെ നിർത്തിയോളാ ഈ സഫിയാത്ത. അസനോട് ചോദിച്ചാ മതി. അന്റെ വേഷം കിട്ടുന്ന ഞമ്മടെ അടുത്ത് വേണ്ടട്ടാ. ആ എന്താ വേണ്ട സാർ? എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറിനുള്ളതും ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത്? അതെന്റെ ഭാര്യയൊന്നുമല്ല, വേറെ ആരുടെ ഭാര്യ. സോറി സാർ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെടുത്തോളൂ. ഇതാര്? രമേശൻ സാറോ? സാർ ഇവിടെ നിന്നാണോ ഡ്രസ് എടുക്കാറ്? അല്ല, ഞാനിവിടെ തനിച്ച് വെറുതെ ഒന്ന് കയറിയത്. വെറുതെ ആരെങ്കിലും തുണിക്കടയിൽ കയറുവോ സാറേ? അല്ല, വെറുതെ അല്ല. ലേഖയ്ക്ക് ഒരു സാരി വാങ്ങണം, പട്ടുസാരി. ടീച്ചർ എന്താ ഇവിടെ? ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ചെറിയ ഷോപ്പിംഗ് നടത്തി കളയാന്ന് കരുതി. പട്ടുസാരി വാങ്ങണമെങ്കിൽ ലേഖ ടീച്ചറേയും കൂട്ടാമായിരുന്നില്ലേ? അത് ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം അവൾക്ക് ഇഷ്ടമാണ്. ഇതെങ്ങനെയാണ് ടീച്ചറെ? അതിനിത് പട്ടല്ലല്ലോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മിസ്റ്റർ? സോറി. ഈ ചുരിദാറൊക്കെ എവിടെ? ദാ അവിടെ ആ റെഡിമെയ്ഡ് സെക്ഷനിലെ. എക്സ്ക്യൂസ് മീ. ഞാൻ തനിച്ചേ ഉള്ളൂ, എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല. അല്ലേലും തുണിക്കടയില് നമ്മൾ തനിച്ചേ വരാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറെ. ടീച്ചർക്ക് കുടിക്കാൻ കാപ്പിയോ ചായോ? ഇതതിന് ഹോട്ടലല്ലല്ലോ. ഓ, പറഞ്ഞ പോലെ ഹോട്ടലല്ലല്ലോ അല്ലേ? എങ്ങനെ നമുക്ക് ഇറങ്ങാം? അപ്പൊ സാരി? ഓ, തിരക്കിനിടയിൽ അത് ഞാൻ മറന്നു. എനിക്ക് ടീച്ചർ ഇറങ്ങിക്കോളൂ. എന്താ ഒരു പരിഭ്രമം പോലെ? എന്ത് പരിഭ്രമം? ഒരു പരിഭ്രമം ഇല്ല. എന്തിനാ പരിഭ്രമം വയ്ക്കുന്നത്? ശരി, ഞാൻ നടക്കട്ടെ. ഓ, 4200 രൂപയോ? സാരിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ആഹാ, നിങ്ങൾ സിനിമയ്ക്കൊന്നും പോയില്ലേ മക്കളെ? 5 വർഷത്തേക്കുള്ള തുണി വാങ്ങിയിട്ടുണ്ട് സഫിയാത്ത. അരി എത്ര മാപ്പിളയും ചോദിക്കുമ്പോ പയറഞ്ഞാരി എന്നാണോ പറയാ? സിനിമേന്റെ കാര്യം എന്നോട് ചോദിച്ചത്. സിനിമ കാണാൻ എന്റെ ബസ് വിട്ടു പോകും. എവിടത്തേക്കുള്ള ബസ്? അല്ല, ചെന്നിട്ട് കട പൂട്ടണേ. ഇന്ന് ആ കട തുറന്ന് അങ്ങനെ കിടക്കുള്ളൂ. ഇതോ കിഷൻകുട്ടി, മനുഷ്യനായ കുറച്ച് മനസാക്ഷി വേണം. ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടും പോകൂല. അയ്യോ സഫിയാത്ത, എനിക്ക് പോയേ പറ്റൂ. എവിടെയാടാ എനിക്ക് പോകേണ്ടത്? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ ഉള്ളപ്പോ ഇത് വരെ എവിടേക്കാ പോണെന്ന്? 2 കോയിനെ ആർത്തക്കണത്. നെയ്ച്ചോറുണ്ട്, അരിപ്പത്തിരി ഉണ്ട്. വയറ് നിറച്ച് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളി. സഫിയാത്ത, അത് ഏത്? എനിക്ക് മാറാൻ തുണിയൊന്നുമില്ല. വീട്ടിൽ പോയി അത് എടുത്തോണ്ട് വന്നിട്ട് നാളെ ഇവിടെ കൂടാ. എന്റെ മോനെങ്ങനെ നാളെ കൂടണ്ട കേട്ടാ, ഇന്ന് കൂടിയാ മതി. കിഷൻകുട്ടി, നിന്റെ ബഷീറിന്റെ ലുങ്കിയും കുപ്പായ എമ്പാടുണ്ട് ഇവിടെ. ഏതാ വേണ്ടച്ച എടുത്തു കൊടുത്തോളി. ഇങ്ങോട്ട് വന്നാട്ട് ഇതുണ്ട. നിന്റെ മോൻ ബഷീറിന്റെ മുറിയാ. വേറൊരാളെ നമ്മൾ ഇതിനകത്ത് കേട്ടിട്ടില്ല. അനക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ മുറി ഒരുക്കിയത്. മനസ്സിലായ പോത്തെ എനക്ക്. വെക്കം കൈ അയ്യിട്ട് വാ, ഞമ്മള് നെയ്ച്ചോറ് വിളമ്പിയേക്കാം. മോളെ ജാനു, നിങ്ങള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു കൊടുക്കാൻ നിക്കാകും കഴിച്ചു. അതുകൊണ്ടായില്ല. ആണുങ്ങളെ വശീകരിച്ച് നിർത്താൻ പെണ്ണുങ്ങൾക്ക് വേണം ഒരു മിടുക്ക്. അനക്കതില്ല. അത് ഉമ്മ എന്തുണ്ടാവും പോണം പോണെന്ന് പറയണത്? കൊള്ളാഞ്ഞിട്ട്. അനക്കറിയോ ബഷീറിന്റെ ബാപ്പ വറ്റുകൈ കൊണ്ട് കോയിനെ തളിച്ച മാതിരിയാ. ഞമ്മടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിക്കും. ആരുടെ മിടുക്കാ? ഞമ്മടെ മിടുക്ക്. ആ, മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, കുളിക്കാൻ എണ്ണയും കോയമ്പും തേപ്പിച്ചു കൊടുക്കല്, പിന്നെ പല കഥകളും പറഞ്ഞു കൊടുക്കല്, പാട്ടുകൾ പാടിക്കൊടുക്കല്. ആശിച്ച പൂമണിമാരന്റെ മാറിൽ ചായാൻ കൽബില് ഹാജത്ത്, ആദ്യ സമാഗമരാവിൽ നൽകാൻ ഉണ്ടെന്റെ മേനിയിൽ ദൗലത്ത്. എന്റെ റബ്ബേ, ഈ പാട്ട് മൂപ്പർക്ക് വലിയ ഇഷ്ടായിരുന്നു. ഇത് പാടി കഴിയുമ്പോ ഞമ്മളെങ്ങനെ കെട്ടി ഒരു പിടുത്ത. പെണ്ണുങ്ങൾ അങ്ങനെയാ വേണ്ടത്. അനക്ക് തിരിഞ്ഞ
കണ്ടുപൊട്ടിക്ക സുബറ. ഓനെന്താ എനിക്ക് പൊക്കളഞ്ഞ്? അന്നോടല്ലേ ഇവിടെ കുറിച്ച് ഞാൻ ചോദിക്കണത്? ഓൻ എന്തുകൊണ്ട് പോയി? അത് മുണ്ടരുത്. പുതുക്കക്കാരനായതുകൊണ്ട് ഓന് കുറച്ച് നാണുണ്ടാവും. ജല്ലേ അത് മാറ്റേണ്ടത്? ചെല്ലടി, ചെന്ന് ഓനെ സ്നേഹിക്കടി. റബ്ബേ, സ്നേഹിച്ച് ഓനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ.